ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള വെൽനസ്, ഡയറക്ട് സെല്ലിംഗ് ആൻഡ് ഇ കൊമേഴ്സ് എന്നീ 3 മേഖലകളിലും ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേൾഡിലെ ടോപ്പ് 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിലെ വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 17th ആനിവേഴ്സറിയോടനുബന്ധിച്ച ന്യൂ അപ്ഡേറ്റഡ് മാർക്കറ്റിംഗ് പ്ലാൻ ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 10 തരം വരുമാനമാണ് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റീറ്റെയിൽ പ്രോഫിറ്റ്, അതായത് MRPയിൽ നിന്നും 10 മുതൽ 20% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ടാകും. സെക്കൻഡ് വൺ, പെർഫോമൻസ് ബോണസ്. 5 മുതൽ 11% വരെ പെർഫോമൻസ് ബോണസ് ലഭിക്കുന്നുണ്ടാകും. ആവറേജ് 36 രൂപ MRP വരുന്ന ഒരു ഉൽപ്പന്നം 30 രൂപ ഡിസ്ട്രിബ്യൂട്ടർ റേറ്റിൽ നമുക്ക് ലഭിക്കുന്നു. ഇത് ഒരു PV അഥവാ ഒരു പോയിന്റ് വാല്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യക്ക് അകത്തും പുറത്തും 8 രാജ്യങ്ങളിലായി ഗ്ലോബലി ഒരൊറ്റ പ്ലാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ രാജ്യത്തും വ്യത്യസ്ത മൂല്യങ്ങളായതുകൊണ്ടും ഇന്ത്യയിൽ ഒരു PVയുടെ വാല്യൂ 18 ബിസിനസ് വോളിയം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിലായിട്ടാണ് വെസ്റ്റീജ് വരുമാനം നൽകുന്നത്. ഇതിന്റെ എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അക്യുമുലേറ്റീവ് പ്ലാൻ ആണ്. അതായത് നമ്മുടെ തുടക്കം മുതലുള്ള ഓരോ പർച്ചേസിന്റെയും പോയിന്റുകൾ കൂട്ടിവെക്കപ്പെടുന്നു. അങ്ങനെ ഒരു പോയിന്റ് മുതൽ 599 പോയിന്റ് വരെ 5%, 600 പോയിന്റ് എത്തുമ്പോൾ അത് 8%, 2400 പോയിന്റ് എത്തുമ്പോൾ 10%, 5500 അതിന് മുകളിലോ എത്തുമ്പോൾ 11% ലഭിക്കുന്നുണ്ടാകും. ഈ ഒരു ലെവലും അച്ചീവ് ചെയ്യാൻ ഒരു കാലപരിധിയോ സമയപരിധിയോ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് പോലും ഇത് സമയമെടുത്ത് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ഫാസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കമ്പനി 2 പ്രൊമോഷൻസ് നൽകിയിരിക്കുന്നു. 600 പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് 8% എത്തുന്നതിന് പകരം ഒരൊറ്റ മന്തിൽ 282 പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആയി കൺസിഡർ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ 5500 പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് 11% എത്തുന്നതിന് പകരം ഒരൊറ്റ മന്തിൽ 4500 പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം 11% കൺസിഡർ ചെയ്യപ്പെടുകയും ഫാസ്റ്റ് സ്റ്റാർട്ട് ഡയറക്ടറായി റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതൊരു ബിസിനസ് അവസരമായി എടുക്കുന്നവർക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് വർക്കോട് കൂടി ഈസിയായി പെർഫോമൻസ് ബോണസിന്റെ മാക്സിമം ലെവലായ 11% അച്ചീവ് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് വർക്കിലൂടെ പെർഫോമൻസ് ബോണസ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്ന വ്യക്തി ഒരു 300 പോയിന്റിന്റെ ബിസിനസ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങളോടൊപ്പം ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള A എന്നൊരു വ്യക്തിയും 300 പോയിന്റിന്റെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്നു. Bയും Cയും അതുപോലെ സ്വന്തമായോ ഗ്രൂപ്പ് വർക്കിലൂടെയോ 1000 PVയുടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ബിസിനസ് ഗ്രൂപ്പിൽ 2600 PVയുടെ ബിസിനസ് നടന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് 2400 പോയിന്റിന്റെ മുകളിലായതുകൊണ്ട് 10% നിങ്ങൾ എലിജിബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ടോട്ടൽ ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടി 2600 പോയിന്റിന്റെ ബിസിനസ് വോളിയത്തിന്റെ 10%-മായ 4680 രൂപ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ 4 പേരും കൂടി ചെയ്ത ബിസിനസ് ആയതുകൊണ്ട് ഓരോരുത്തരും ചെയ്ത എഫേർട്ടിനനുസരിച്ച് അവർക്കുള്ള പെർഫോമൻസ് ബോണസ് ലഭിക്കുന്നുണ്ടാകും. ഇവിടെ A എന്ന വ്യക്തി 300 പോയിന്റിന്റെ ബിസിനസ് ചെയ്തത് കൊണ്ട് നേരത്തെ പറഞ്ഞ സ്ലാബ് അനുസരിച്ച് അദ്ദേഹം 5%-ന് എലിജിബിൾ ആണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് വോളിയത്തിന്റെ 5%-മായ 270 രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതുപോലെ 1000 പോയിന്റ് വീതം ബിസിനസ് ചെയ്ത Bയും Cയും 600 പോയിന്റിന് മുകളിലായതുകൊണ്ട് 8%-ന് എലിജിബിൾ ആകുന്നു. അവരുടെ ബിസിനസ് വോളിയത്തിന്റെ 8%-മായ 1440 രൂപ വീതം അവർക്കും ലഭിക്കുന്നു. ഇവിടെ ബാക്കി വരുന്ന 1530 രൂപ നിങ്ങളുടെ പെർഫോമൻസിൽ ലഭിക്കുന്ന ബോണസ് ആണ്. ഇവിടെ 4 പേരും എടുത്ത എഫേർട്ടിന് അവർക്ക് ഓരോരുത്തർക്കും അർഹമായ വരുമാനം വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒന്നാണ്. ഇവിടെ എത്ര പേരെയും ബിസിനസ് പാർട്ട്നേഴ്സായി സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈസിയായി നിങ്ങൾക്ക് 11%-ൽ എത്താം. ഇവിടെ നിങ്ങൾ 11%-ൽ എത്തുകയും ടോട്ടൽ ബിസിനസ് ഗ്രൂപ്പിൽ 2001 PV എത്തുന്ന മാസത്തിൽ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് അറിയപ്പെടുകയും കമ്പനിയുടെ നാഷണൽ ടേൺ ഓവറിന്റെ 4%-ൽ നിന്നും ബ്രോൺസ് ഡയറക്ടർ ബോണസ് ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ കമ്പനി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂ അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ഗ്രൂപ്പ് വോളിയം 2001 PV ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം 2600 PV ക്രിയേറ്റ് ചെയ്താൽ ബ്രോൺസ് ഡയറക്ടർ ബോണസിന് പുറമെ അഡീഷണൽ ആയിട്ട് ടീം ബിൽഡിംഗ് ബോണസ് 2% കൂടി ലഭിക്കുന്നുണ്ടാകും. ഇനി
നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണറെ നിങ്ങളെ പോലെ തന്നെ ഡയറക്ടർ ആക്കുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ 1801 PV ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ സിൽവർ ഡയറക്ടർ ലെവൽ എത്തുകയും കമ്പനിയുടെ നാഷണൽ ടേൺ ഓവറിന്റെ 14% നിന്ന് ബിസിനസ് ബിൽഡിംഗ് ബോണസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ടാകും. ഇവിടെയും കമ്പനിയുടെ ന്യൂ എക്സൈറ്റിംഗ് അപ്ഡേഷൻ വന്നിരിക്കുന്നു. നിങ്ങൾ സിൽവർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ 1801 പോയിന്റിന് പകരം 2100 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ ബിസിനസ് ബിൽഡിംഗ് ബോണസിന് പുറമെ നിങ്ങൾക്ക് ടീം ബിൽഡിംഗ് ബോണസ് 2% കൂടി ലഭിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് ഇൻകം ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്. വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻകമാണ് നാഷണൽ ടേൺ ഓവറിന്റെ 16% നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന LOB. ഇവിടെയും കമ്പനിയുടെ സൂപ്പർ എക്സൈറ്റിംഗ് അപ്ഡേഷൻ വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ ഡയറക്ടർ ഗ്രൂപ്പിൽ 5625 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ നിന്നും 1801 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ 1801 പോയിന്റിന്റെ 6%, 5625 പോയിന്റിന്റെ 5% നിങ്ങൾക്ക് LOB പോയിന്റ് ആയി ലഭിക്കുന്നുണ്ടാകും. ഇവിടെ പുതിയൊരു അപ്ഡേഷൻ കൂടി. നിങ്ങൾ സിൽവർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ നിന്ന് 1801 പോയിന്റിന് പകരം 2100 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസിന് പുറമെ അഡീഷണൽ ആയി ടീം ബിൽഡിംഗ് ബോണസ് ഒരു 2% കൂടി ലഭിക്കുന്നുണ്ടാകും. LOBയിൽ അനദർ എക്സൈറ്റിംഗ് അപ്ഡേഷൻ കൂടി വരുത്തിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ ഡയറക്ടർ ഗ്രൂപ്പിൽ LOBക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു സിൽവർ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ 2100 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ 2100 PVയുടെ 6%, 1801 PVയുടെ 5%, 5625 PVയുടെ 4% നിങ്ങൾക്ക് LOB പോയിന്റ് ആയി ലഭിക്കുന്നുണ്ടാകും. ഇൻ ഷോർട്ട്, ഇവിടെ ഒരു സിൽവർ ഡയറക്ടർക്ക് പോലും 3 ലെയറിൽ നിന്ന് LOB പോയിന്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള എക്സൈറ്റിംഗ് പാർട്ട്. ഇനി നിങ്ങളുടെ 2 ബിസിനസ് ഗ്രൂപ്പുകൾ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ നിന്ന് 1501 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾ ഗോൾഡ് ഡയറക്ടർ എന്ന് അറിയപ്പെടുകയും കമ്പനിയുടെ നാഷണൽ ടേൺ ഓവറിന്റെ 3% നിന്ന് ട്രാവൽ ഫണ്ട് ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ 3 ഗ്രൂപ്പുകൾ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യപ്പെടുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ 1001 PV ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾ സ്റ്റാർ ഡയറക്ടർ എന്ന് അറിയപ്പെടുകയും ഇതേ വോളിയം നിങ്ങൾ 2 മാസം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ കമ്പനിയുടെ നാഷണൽ ടേൺ ഓവറിന്റെ 5% നിന്ന് കാർ ഫണ്ട് ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ 4 ഗ്രൂപ്പുകളിൽ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യപ്പെടുകയും നിങ്ങളുടെ അതർ ബിസിനസ് ഗ്രൂപ്പിൽ 501 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾ ഡയമണ്ട് ഡയറക്ടർ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നിങ്ങളുടെ 6 ഗ്രൂപ്പുകൾ ഡയറക്ടർ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ക്രൗൺ ഡയറക്ടർ എന്ന് അറിയപ്പെടുകയും ഇത് 2 മാസം മെയിൻറ്റെയിൻ ചെയ്താൽ കമ്പനിയുടെ നാഷണൽ ടേൺ ഓവറിന്റെ 3% നിന്ന് ഹൗസ് ഫണ്ട് ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ 8 ഗ്രൂപ്പുകൾ ഡയറക്ടർ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നറിയപ്പെടുന്നു. ഇവിടെയും കമ്പനി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വരുത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആവുകയും നിങ്ങളുടെ 4 ഗ്രൂപ്പുകളിൽ LOB വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് എലൈറ്റ് ക്ലബ് ബോണസ് 2% എലിജിബിൾ ആണ്. ഇതാണ് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്ന 10 വേസ് ഓഫ് ഇൻകം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഈ വീഡിയോ ഷെയർ ചെയ്ത വ്യക്തിയുമായി കോൺടാക്ട് ചെയ്യുക. നല്ലൊരു തീരുമാനമെടുക്കുക, ജീവിതത്തിൽ വിജയിക്കുക. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.